അങ്ങനെ ലവ്ലി മൂവി കണ്ടിറങ്ങിയിരിക്കുകയാണ്. പടത്തില് മാത്യു തോമസ് ആണ് ലീഡ് റോൾ ചെയ്തിട്ടുള്ളത്. ഡയറക്റ്റഡ് ബൈ ദിലീഷ് നായർ തന്നെയാണ് റൈറ്റിങ്ങും. പിന്നെ നമ്മുടെ ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ളത് ആഷിഖ് അബു. ഡയറക്ടർ ആഷിഖ് അബു ആണ് ഇതിൽ സിനിമാറ്റോഗ്രാഫറായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ പടം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെക്നിക്കലി ഈ ഈച്ച വരുന്ന സീനുകൾ, ആ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ടോപ്പ് നോച്ചാണ്, ഒന്നും പറയാനില്ല. കാരണം മലയാളത്തിൽ നമ്മുടെ ടെക്നീഷ്യന്മാരുടെ കഴിവ് എന്താണെന്നുള്ളത് ഇതിനകത്ത് വളരെ ക്ലിയർ ആണ്. ഈ ഒരു ബഡ്ജറ്റ് എനിക്ക് തോന്നുന്നത് ഇതൊരു 2-3 കൊല്ലം മുമ്പ് ഷൂട്ട് ചെയ്ത പടമാണെന്നാണ് കേട്ടത്. സോ മേ ബി ഇതിനൊരു മറ്റേ കന്നഡയിൽ ഇറങ്ങിയ സുദീപിൻ്റെ രാജ്മൗലിയുടെ ഈച്ച പോലെ അതിഭീകരമായിട്ടുള്ളൊരു പ്രൊഡക്ഷൻ കോസ്റ്റ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. ബട്ട് ഉള്ളത് വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ട് ആ ഈച്ചയുടെ പോർഷൻസൊക്കെ ഇവർ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അത് എടുത്തു പറയാണ്. ടെക്നിക്കൽ ആസ്പെക്ട്സ് നോക്കുമ്പോൾ ഇതൊരു വളരെ എബവ് ആവറേജ് മൂവിയാണ്. പക്ഷെ ഇതിൻ്റെ കഥയുടെ സൈഡ് നോക്കുമ്പോൾ നല്ല ഒന്നൊന്നര ഇതിനുള്ള മുതലാ. കാരണം ഒരു വക കണക്റ്റ് ആവുന്നില്ല. കഥയുടെ സൈഡിലേക്ക് നോക്കുമ്പോൾ ഈ മാത്യുവിൻ്റെ ക്യാരക്ടർ സംഗതി ലൂസിഡ് ഡ്രീമാണ്, ഫിക്ഷനാണ്, എന്ത് തേങ്ങാക്കൊല്ലെങ്കിലും ആയിക്കോട്ടെ, ആ ക്യാരക്ടറിലേക്ക് കണ്ടിരുന്ന ഞാൻ പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആ ക്യാരക്ടറിനായിട്ട് ഒരു കണക്ഷനും എനിക്ക് കിട്ടിയില്ല. ആ ക്യാരക്ടറിനായിട്ട് നമ്മൾ കണക്റ്റ് ആയില്ല, ആ ക്യാരക്ടറിൻ്റെ ആർക്കിലേക്ക് നമ്മൾ കണക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ എൻറ്റയർ പ്ലോട്ടായിട്ട് നമ്മൾ ഒരിക്കലും കണക്റ്റ് ആവില്ല. കാരണം ആ ക്യാരക്ടറാണ് പിന്നെ ഈച്ചേനായിട്ട് കണക്റ്റ് ആവുന്നതും ആ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ആ ഒരു യൂണിവേഴ്സ് ഫുള്ള് കാര്യങ്ങൾ നടക്കുന്നത് സിനിമയിൽ. വെരി അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പറഞ്ഞല്ലോ, ഡയറക്ഷൻ സൈഡ് എടുത്ത് നോക്കിയാലും സിനിമാറ്റോഗ്രാഫി എടുത്ത് നോക്കിയാലും ഇതിൻ്റെ ഗ്രാഫിക്സ് സൈഡ് എടുത്ത് നോക്കിയാലും ഒക്കെ നല്ല പണി എടുത്തിട്ടുണ്ട്. കാരണം നല്ല വൃത്തിക്ക് നമുക്ക് ആ ഒരു കാണാനുള്ള ഒരിതുണ്ടല്ലോ, വ്യൂവിങ് ആസ്പെക്റ്റിൽ കണ്ണിന് നല്ല കുളിർമ തരുന്ന കുറേ ഷോട്ടുകളും അതിൻ്റെ കളർ ടോണും അതിൻ്റെ എഡിറ്റ്സും ഒക്കെ അടിപൊളിയാണ്. പക്ഷേ ഒരു സിനിമേൻ്റെ ദ കോർ എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റോറി, അതിൻ്റെ കഥ, ആ സാധനം ഡിസാസ്റ്റർ എന്നാണ് ഇതിന് പറയാനുള്ളത്. ഫസ്റ്റ് ഹാഫിൽ ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചു, ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ പോട്ടെ, ആ ക്യാരക്ടർ ആർക്ക് ഇങ്ങനെ മാത്യുവിൻ്റെ വലുതാവുന്നു, ഈച്ചപ്പോ വരും എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ നിന്നു. അപ്പം 3D കണ്ണട വെച്ചിട്ടാണല്ലോ ഇരിക്കണേ. ഈ 3D കണ്ണടേൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല ഫസ്റ്റ് ഹാഫിൽ. അവസാനത്തെ ഒരു 10 മിനിറ്റാണ് ഈ ഈച്ച വന്നപ്പോഴാണ് 3D കണ്ണടേൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായത്. ഞാൻ പറയുമ്പോൾ ഈ പടം 3Dയിൽ എടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഒരു ഹാഫിൻ്റെ എന്താ പറയുക, ഒരു മെജോറിറ്റി പോർഷനിലും ഇതിന് 3Dക്ക് ഒരു വിലയും കൊടുക്കാത്ത രീതിയിൽ ആ കണ്ണട വെച്ച് നമ്മൾ പൊട്ടന്മാരെ മുതലേ ആട്ടം കണ്ടിരിക്കുന്ന പോലെ ഇരുന്ന് ടുവേർഡ്സ് എൻഡ് ഫസ്റ്റ് ഹാഫിൻ്റെ കുറച്ച് എൻഡിലേക്ക് ഈച്ച വരുന്ന പോർഷനൊക്കെ ആയപ്പോഴാണ് ഇതിനൊരു ഓക്കെ, അപ്പം ഇനി സെക്കൻഡ് ഹാഫിൽ ഈ കണ്ണട കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും എന്ന് വിചാരിച്ച് സെക്കൻഡ് ഹാഫിലും 2-3 സീനുകൾ, അതിലൊരു വോവടിപ്പിച്ച സീൻ എന്ന് പറഞ്ഞാൽ മാത്യു ഇങ്ങനെ നിൽക്കുന്നു, വലിയൊരു ഈച്ച ഇങ്ങനെ ചിറകൊക്കെ വിടർത്തി പോകുന്നു, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു മ്യൂസിക്കും അതിൻ്റെ ആ ഒരു വിഷ്വലും, ഞാൻ പറഞ്ഞല്ലോ ടെക്നിക്കലി ആ സാധനവും ആ ഒരു പെർട്ടിക്കുലർ സീനും അതിൻ്റെ 3Dയും അത് കൊള്ളാം. അല്ലാത്ത പക്ഷം ഇതിനകത്ത് 3D കൊണ്ടുവന്ന് വെക്കേണ്ട ഒരു കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇമോഷണലി ഒട്ടും ആരായിട്ടും കണക്റ്റ് ആവില്ല എന്നാണ് എൻ്റെ ഒരു ഇതില്ല. കാരണം തിയേറ്ററിനകത്ത് വെരി റെയർലിയാണ് ഞാൻ ആരെങ്കിലും ഒന്ന് ചിരിച്ച് ആ ഒരു ശബ്ദം നമ്മളെ ചെവിയിൽ കേട്ടിട്ടുള്ളത്. നമ്മൾ ചിരിക്കുന്നില്ല, വേറെ ആരെങ്കിലും ഒപ്പം ഒരു ചിരിക്കുന്നുണ്ടോ, അവർക്ക് കണക്റ്റ് ആവുന്നുണ്ടോ നോക്കുമ്പോൾ എവിടെയോ 1-2 ടുവേർഡ്സ് എൻഡ് പടം തീരാ നേരത്തേക്കുള്ള 1-2 കോമഡികൾ വർക്കൗട്ട് ആയതൊന്നും അല്ല തോന്നുന്നു. അത് എങ്ങനെയൊക്കെയോ ഒരു പോലീസുകാരുടെ എങ്ങാണ്ട് തിരിച്ചടിച്ച ഒരു കൗണ്ടറിലാണ് എല്ലാവരും ചിരിച്ചിട്ടുള്ളത്. സോ കഥ വൈസ് വട്ടപൂജയാണ് ഈ പടം. ഓക്കെ, ടെക്നിക്കൽ വൈസ് വളരെ എബവ് ആവറേജ് നിൽക്കുന്ന ഒരു പടം. ശരിക്ക് അത് നോക്കേണ്ടിയിരുന്നു, ആ കഥയുടെ പോർഷൻ നോക്കേണ്ടിയിരുന്നു. പിന്നെ ബാബുരാജിന് കിട്ടിയ ഒരു കിട്ടൽ ഈ പടത്തിനകത്ത് BGM ഇട്ടുള്ള തൂറാമ്പോക്ക്. ബാബുരാജും ടീമും അതിനു വേണ്ടി ഒരു സിനിമയിൽ ഒരു ക്യാരക്ടറിനെ വെച്ച പോലെ ഉണ്ട്, എന്നിട്ടൊരു ഫൈറ്റും കൊടുത്തു. ഞാൻ ഇങ്ങനെ ഒരു തൂറാമുട്ടി മാസ് ചെയ്യാൻ എവിടെയും കണ്ടിട്ടില്ല മലയാള സിനിമയിൽ. രാവിലെ എണീക്കുന്നു, തൂറാൻ പോകുന്നു, 3-4 ആൾക്കാരൊപ്പം കൂട്ടുന്നു, പോകുന്നു, BGM, പിന്നെയും പോകുന്നു, BGM, പിന്നെയും തിരിച്ചു വരുന്നു, BGM. ഇതിനിടയിൽ ഒരു ഫൈറ്റൊക്കെ നല്ല വൃത്തിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഫൈറ്റ് എടുക്കണേലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. അത് വളരെ ഞാൻ പറഞ്ഞു ടെക്നിക്കലി കൊള്ളാം. പക്ഷെ ഈ മാത്യുവിൻ്റെ ക്യാരക്ടർ വിട്ട് കഴിഞ്ഞാൽ ഈവൻ ഈച്ചേൻ്റെ ക്യാരക്ടർ ആണെങ്കിൽ പോലും, ഇപ്പോൾ നമ്മൾ രാജ്മൗലിൻ്റെ ഈച്ച കണ്ട സമയത്ത്
ആ ക്യാരക്ടറിനോട് നമുക്കൊരു ഒരു 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 സെന്റിമെന്റ്സ് വരുന്നുണ്ട്. കാരണം അതിനൊരു സ്റ്റോറി ഉണ്ട്. എല്ലാം കൊണ്ടും ആ പടം നമുക്ക് ഭയങ്കരമായിട്ടൊരു ഭയങ്കര എന്താ പറയുക, നമ്മളങ്ങോട്ട് ഒന്ന് ഇമോഷണലി ഹുക്കാക്കി വിടാൻ പറ്റുന്നൊരു പ്ലോട്ടാണിത്. കാരണം ഇതിൻ്റെ കുറേ ആസ്പെക്റ്റിനകത്ത് സാനിറ്ററി നാപ്കിൻ, ക്വാണ്ടം, ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക ഭയങ്കരമായിട്ട് പൊതിഞ്ഞു വെച്ചോ അല്ലെങ്കിൽ സദാചാരത്തിൻ്റെ ഭാഗമായിട്ട് എന്നുള്ള സെറ്റപ്പിൽ കാണേണ്ടതൊന്നും അല്ല എന്നൊക്കെയാണ് ഈ പടത്തിൻ്റെ ഒരു മോറൽ അവർ പറഞ്ഞു വരുന്നത്. പക്ഷെ അതൊക്കെ പറഞ്ഞു വരുമ്പോഴും അതൊന്നും നമുക്ക് തലേ കയറാത്ത രീതിയിൽ ഇതിൻ്റെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൽ മെയിനായിട്ടൊരു മനോജ് കെ ജെൻ്റെ റോളുണ്ട്. മനോജ് കെ ജെൻ്റെ റോള് സത്യത്തിൽ പറഞ്ഞാൽ ഇൻ ഡെപ്ത് ഭയങ്കര ഒരു ആർക്ക് കൊടുക്കേണ്ട ഭയങ്കര ക്യാരക്ടറാണത്. അതിന് കുറേ സാധനങ്ങൾ കൊണ്ടുവരാവുന്നവർക്ക്. പക്ഷെ അതൊക്കെ എന്താ പറയുക, എവിടേക്കോ കുറേ റെഫറൻസ് ഒക്കെ വെച്ചു, ഒരു അരാപ്പൈമേൻ്റെ റെഫറൻസ് ഒക്കെ വെച്ചിട്ട് മനോജ് കെ ജെൻ്റെ ക്യാരക്ടറിനൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് തോന്നുന്നില്ല അതത്ര ലൈക്ക് സ്പൂൺ ഫീഡും അല്ല, എന്നാൽ സ്പൂൺ ഫീഡ് ചെയ്യേണ്ട സാധനമായിരുന്നു അതും ചെയ്തില്ല. അതിങ്ങനെ ഇനിയിപ്പോ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ ചിന്തിച്ച് ഇരിക്കുമ്പോൾ ചിലപ്പോൾ കണക്ട് ആയാലായി അങ്ങനെ. പക്ഷെ അതൊക്കെ കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് വെക്കാൻ പറ്റിയിരുന്നെങ്കിൽ, സ്റ്റോറിക്കകത്ത് എഴുതിയതിൽ അത് ഇൻഡെപ്ത് ആയിട്ട് ആ ക്യാരക്ടറിനൊക്കെ കുറച്ചും കൂടി ഒരു ആർക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ മച്ച് മച്ച് ബെറ്റർ. ഇപ്പം എന്താണെങ്കിലും മാത്യു തരക്കേടില്ലാത്തൊരു പെർഫോമൻസ്. അതായത് മാത്യു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടനാട്ടം കാണുന്ന പോലത്തെ ഒരു പരിപാടിയാണ് ഇതിനകത്ത്. എനിക്ക് അത്ര കൺവിൻസിങ് അല്ല, തരക്കേടില്ലാത്തൊരു പെർഫോമൻസ് ആണ് മാത്യു ചെയ്തിട്ടുള്ളത്. പിന്നെ മനോജ് കെ ജെനും ഉള്ളത് കുഴപ്പമില്ലാതെ ചെയ്തു വെച്ചിട്ട് പോയി. പ്രശാന്ത് മുരളിക്ക് അത്യാവശ്യം സംഗതികളുണ്ട്, അത് അയാൾ നല്ല വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതും അന്ന് ചിന്തിച്ചു, ഒരു സൈഡിൽ കോണ്ടോം അല്ലെങ്കിൽ ഈ പറഞ്ഞ സാനിറ്ററി നാപ്കിനും സദാചാരത്തിന്റെ ഭാഗമല്ല എന്ന് പറയുമ്പോഴും അപ്പുറത്തെ സൈഡിൽ കുൽസിതം പോലത്തെ ഒരു സെറ്റപ്പ് അത് രണ്ടും ഇങ്ങനെ പോണെ മിക്സ് ആയിട്ട് എന്നുള്ളതാണ് എനിക്ക് അറിയാത്തത്. എന്താണെങ്കിലും പ്രശാന്ത് മുരളി കുഴപ്പമില്ലാതെ അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ബാബുരാജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BGM ഇട്ടുള്ള തൂറാമ്പോക്ക് മാത്രമാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ഗംഗാമീര നമ്മുടെ മാത്യുയുടെ അമ്മയായിട്ട് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ജയശങ്കർ, അത് തന്നെയാണ് അങ്ങേരെ പേര് വന്നിട്ടുണ്ട്, ജയേഷ് ശങ്കറോ അങ്ങനെയാണ് അയാളെ പേര് വന്നിട്ടുണ്ട്. അങ്ങേര് എല്ലാ സിനിമയിലുള്ള പോലെ തന്നെ ഒരു കലിപ്പൻ സാധനമൊക്കെ പിടിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. ഒരു എന്താ പറയുക, ഒരു ചൊറിയൻ സാധനം. അതും അങ്ങേര് വളരെ വൃത്തിയായിട്ട് തന്നെ അങ്ങേരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആ ചൊറിച്ചിത്തരം അങ്ങേരും ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ജോമോൻ ചോദർ ഉണ്ടായിരുന്നു. ജോമോൻ ചോദർ, ഞാൻ ടു ബി ഹോണസ്റ്റ് മാൻ, ജോമോൻ ചോദർ നിങ്ങൾ ഭയങ്കര ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങളെ എല്ലാ പടത്തിലും ഇങ്ങനെ പുട്ടിൽ തേങ്ങറ പോലെ അവിടെ ഇവിടെയും കുറച്ച് കൊണ്ടുപോയിട്ടിട്ട് ഒരേ സാധനങ്ങൾ തന്നെ പലതും ചെയ്യുന്നതായിട്ടാണ് ഇപ്പോൾ കുറേ സിനിമകളിൽ ജോമോൻ ചോദറിനെ കാണുന്നത്. നിങ്ങൾ ഇതിലേറെ ഒരുപാട് പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ പറ്റുന്ന ഒരാളാണ്. ഓക്കെ, നിങ്ങളുടെ കോണ്ടന്റുകളിലൂടെ അത് മലയാളികൾ കണ്ടതാണ്. അപ്പോൾ ഒരു സിനിമ സെലക്ട് ചെയ്യുമ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടി സിനിമ സെലക്ട് ചെയ്യാതെ അത്യാവശ്യം നിങ്ങൾക്കൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റും മലയാളികളുടെ ഇടയിൽ. വാട്ട് ഈസ് ജോമോൻ ചോദർ? ഇപ്പോൾ രോമാഞ്ചത്തിലൊക്കെ കണ്ട പോലെ ജോമോൻ ചോദർ എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു റോളിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ ഇറ്റ് വുഡ് ബി ലൈക്ക് മച്ച് ബെറ്റർ. കാരണം ലാസ്റ്റ് ഞങ്ങൾ കണ്ട മരണമാസമാണെങ്കിലും ഇപ്പോൾ ഈ കണ്ട ഈ പടത്തിലാണെങ്കിലും ഒക്കെ നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടിൽ തേങ്ങറ പോലെ ഇങ്ങനെ ചതറി കിടക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് വന്നു പോകുന്നത്. നിങ്ങളുടെ വാല്യൂ കുറയ്ക്കും. അത് ജോമോൻ ചോദർ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിനുള്ളൊരു ഇഷ്ടം കൊണ്ട് പറയുകയാണ്. അത് ചൂസ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി അടിപൊളിയായിട്ട് ചൂസ് ചെയ്താൽ കൊള്ളാം. ഓക്കെ, ഒരു ആർട്ടിസ്റ്റിന് അത് കുറച്ചും കൂടി പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന രീതിയിലാണ്. കാരണം നിങ്ങൾ ഓൾറെഡി ഒരു കോണ്ടന്റ് ക്രിയേറ്ററിൽ നിന്ന് പോയ ഒരാളായതുകൊണ്ട് നിങ്ങൾക്കത് ഹെൽപ്പ് ചെയ്യും. കുറച്ചും കൂടി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ. ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റി ആണുള്ള മാറ്റർ. സോ അതൊരു അങ്ങനെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. കിരൺ ദാസ് ആണ് എഡിറ്റർ, നന്നായി എഡിറ്റ് ചെയ്തിട്ടുണ്ട് പടം. അത് ഭയങ്കരമായിട്ട് കാണാനുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. കാരണം ചില ഷോട്ടുകളുണ്ട്, കുറേ വൈഡ് സീൻസ്, കുറച്ച് നേച്ചർ കാണിക്കുന്ന ഷോട്ടുകളുണ്ട്. അതുപോലെ ഈ ഈച്ചിയും മാത്യുവും തമ്മിലുള്ള ഷോട്ടിനിടയിലൊക്കെ വരുന്നൊരു ട്രാൻസിഷനൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ പറയാം, ടെക്നിക്കലി പടം അടിപൊളിയാണ്. പക്ഷെ എഴുതി വെച്ചതിൽ സ്ക്രീൻ പ്ലേയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള മിസ്മാച്ചുകൾ, കണക്ട് ചെയ്യാതെ പോകുന്നത്, ഇമോഷണലി ഒന്നും കണക്റ്റ് ആവാത്തൊരു സാധനം. ആൻഡ് മെയിൻ ലീഡായിട്ടുള്ള മാത്യുവിൻ്റെ ക്യാരക്ടർ ഒട്ടും കൺവിൻസിങ് അല്ലാത്ത രീതിയിലുള്ള ഒരു ഉഴപ്പം മറ്റുള്ളൊരു പോക്ക്. അങ്ങനെയാണ് ഈ പടം എനിക്ക് തോന്നിയത് ഒരു ഭയങ്കര ലോ അടിച്ചു പോയത്. ഇതിപ്പോൾ എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങളെന്തായാലും തിയേറ്ററിൽ കയറിയിട്ട് പടം കാണണം. ഡെഫിനറ്റ്ലി ഒരു 3D പടമാണ്. ഇപ്പോൾ കുട്ടികളെ കയറ്റി കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത്ര അങ്ങോട്ട് എന്താ പറയുക, കുട്ടികൾക്ക് കയറിയിട്ട് അങ്ങനെ ഓടിക്കാൻ മാത്രം ഇതിനകത്തൊന്നും ഇല്ലടേ. നമ്മൾ കയറിയാലും കാണാം. ഒരു 1 ടൈം വാച്ചാണ്, ഡെഫിനറ്റ്ലി ഒരു 1 ടൈം വാച്ച് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ആഷിഖ് അബുവിൻ്റെ ക്യാമറ അടിപൊളിയാണ്,
ടെക്നിക്കലി ഈ പടത്തിനകത്ത് ഈച്ച വരുന്ന സീനുകളൊക്കെ നല്ല ക്വാളിറ്റിയിലാണ്. കാരണം അത് 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 എടുത്തു പറയുന്നത് സൂപ്പർ ക്വാളിറ്റിയിലാണ് ഈച്ച വരുന്ന സീനുകളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. അത് ഒരു രക്ഷയില്ല. കാരണം അതിൻ്റെ ആ ഈച്ച വരുമ്പോൾ തന്നെ അതിൻ്റെ കണ്ണും അതിൻ്റെ ഭംഗി അതിൻ്റെ രോമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര രസം തോന്നാറുണ്ട്. അത് ഭയങ്കര ഫ്രെയിമായിരുന്നു, അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നത്. അപ്പം എന്താണെങ്കിലും ഒരു വൺ ടൈം വാച്ചാണ്, നിങ്ങൾ കയറി കണ്ടോ. കഥ വൈസ് നിങ്ങളൊന്നും നോക്കരുത്. ആ ടെക്നിക്കൽ ആസ്പെക്റ്റിന് നിങ്ങൾക്ക് ഒരു വൺ ടൈം വാച്ച് ഡെഫിനറ്റ്ലി കയറി കാണാം. പിന്നെ ബാബുരാജ് ആൻഡ് ടീമിൻ്റെ BGM ഇട്ടുള്ള ടൂറാൻ പോക്കും അത് ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലേ, ചിരിക്കണവർക്ക് ചിരിക്കാം, ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാം. എനിക്കതെന്തോ ഭയങ്കര ഒരു അയ്യോ. കാരണം ഒരു വട്ടം ആയപ്പോൾ ഞാൻ ഓക്കെ, 2-3 വട്ടമൊക്കെ ആയപ്പോഴത്തേക്കുണ്ടല്ലോ അതിലും നല്ലത് അവിടെ പാമ്പേഴ്സ് വെച്ചിട്ട് അവിടെ ഇരിക്കുന്നു ആ ക്യാരക്ടറിന്. ഞാൻ ആ ക്യാരക്ടറിനായിട്ട് പറയുന്നത്, അല്ലാതെ ആ മനുഷ്യനല്ല. ഇനി അത് പറഞ്ഞു ആരും വരുന്നത്. ആ ക്യാരക്ടറിനൊക്കെ കൊടുത്തതുണ്ടല്ലോ ഒരുമാതിരി പരിപാടി ആയിപ്പോയി ആ ക്യാരക്ടറിനൊക്കെ വെച്ച് ചെയ്തത്.